മയിൽ ബസ് സ്റ്റാൻഡിന് സമീപം കുന്നിടിക്കലിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. മയിൽ ബസ് സ്റ്റാൻഡിനും മയിൽ ചെറുപഴശ്ശി പ്രധാന റോഡിനും ഭീഷണി ഉയർത്തിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുന്നിടിച്ച് നിരപ്പാക്കുന്നത്. ലോഡ് കണക്കിന് മണ്ണാണ് വാഹനങ്ങളിൽ കടത്തിക്കൊണ്ടുപോകുന്നത്. സ്റ്റാൻഡിന് മീറ്ററുകൾ അകലെയുള്ള കുന്നിടിക്കുന്നത് സമീപഭാവിയിൽ സ്റ്റാൻഡിൻ കോംപ്ലക്സിനും പ്രധാന റോഡിനും ഭീഷണിയാകുമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മയിൽ മേഖലാ കമ്മിറ്റി പറഞ്ഞു. കുന്നിന് താഴെയുള്ള ഒരു വീടും അപകട ഭീഷണിയിലാണ്. മണ്ണ് മാഫിയകളാണ് കുന്നിടിക്കലിന് പിന്നിലെന്ന് ആരോപണം ഉയരുകയാണ്. ഹൈവേ നിർമ്മാണ ആവശ്യാർത്ഥം അനുവദിച്ചതിലും കൂടുതൽ മണ്ണെടുത്ത് വൻവിലയ്ക്ക് ജില്ലയുടെ പല ഭാഗങ്ങളിലും വിൽപ്പന നടത്തുകയാണെന്നും വിൽപ്പനയുടെ ഇടനിലക്കാരായി മയിൽ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. മയിൽ ബസ് സ്റ്റാൻഡിന് തൊട്ട് താഴെയുള്ള സ്ഥലത്താണ് ഈ മണ്ണ് എടുക്കുന്നത്. ഈ അധികാരികളിൽ നിന്ന് സമ്മതം കിട്ടി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി മുമ്പ് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ വില്ലേജ് ഓഫീസിലെ അധികാരികൾ പറഞ്ഞിരുന്നത് അത് നമുക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള സമീപനം ഒന്നും ഇല്ല ഒരു സാഹചര്യമുണ്ട്. ഇവിടെയാവട്ടെ വലിയ ഉയരത്തിൽ സാധാരണ അനുവാദം കിട്ടിയതിന് തന്നെ നിശ്ചിത അളവിൽ ഭൂമി അളന്നു കൊടുക്കേണ്ടതുണ്ട്. തട്ടുകളാക്കിയിട്ടേ തിരിക്കാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ ഒരു 10-15 മീറ്റർ ഉയരത്തിൽ കുത്തനെ ഇടിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ബസ് സ്റ്റാൻഡ് സമീപഭാവിയിൽ ഇടിഞ്ഞമരുന്ന ഒരു സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ, ഇത്തരത്തിലുള്ള ഭൂമാഫിയകൾ ഉണ്ടാക്കുന്ന പ്രശ്നം വളരെ ഗുരുതരമാണ് എന്ന് കാണുകയാണ്. ജനജീവിതത്തിന് ഭീഷണി ഉയർത്തി നടത്തുന്ന കുന്നിടിക്കൽ നിർത്തിവയ്പ്പിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മയിൽ മേഖലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പരിഷത്ത് ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം അധികൃതരുടെ എല്ലാവിധ അനുമതിയോടെയാണ് മണ്ണെടുക്കുന്നതെന്ന് സ്ഥലമുടമയും അറിയിച്ചു.